മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കാറിൽ വന്നുകൊണ്ട് ഞങ്ങൾ ആരെയും കൊല്ലാറില്ല, കൈവട്ടാറില്ല, ഇത്രയും കാലത്തിനിടക്ക് ഞങ്ങൾക്കെതിരെ ഒരാളെ കൊന്നതിന്റെ പേരിൽ ഇവിടെ ഒരു കേസുമില്ല, ഇത്യാദി രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യാശാസ്ത്രപരമായ അപകടങ്ങൾ അവർ എഴുതിയതും പറഞ്ഞതുമായ തെളിവ് വെച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് പറയാനുണ്ടാവുന്ന ന്യായീകരണങ്ങൾ. യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും അതിർത്തി പ്രശ്നത്തിന്റെ പേരിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ട് ഒരാൾ പിടിക്കപ്പെട്ടാൽ തീവ്രവാദി പിടിക്കപ്പെട്ടു എന്ന് പറയാറില്ല. അതിലാരെങ്കിലും കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഭീകരവാദി കൊല്ലപ്പെട്ടു എന്ന് ആരും പറയാറില്ല. ഈ രീതിയിൽ മനുഷ്യ സഹജമായ പ്രകോപനങ്ങളുടെയും വൈകാരികതയുടെയും പേരിൽ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ, മതസംഘർഷങ്ങളുടെ പേരിൽ കൊല്ലപ്പെട്ടവരുണ്ട്, ആക്രമിക്കപ്പെട്ടവരുണ്ട്. എന്നാൽ അതൊന്നും അതത് സംഘടനകൾ പ്രത്യാശാസ്ത്രപരമായ പ്രചോദനങ്ങളിലൂടെ അതിനുവേണ്ടി പാകപ്പെടുത്തിയതോ നേതൃത്വം അവർക്ക് നിർദ്ദേശം നൽകി ചെയ്യിപ്പിക്കുന്നതോ ഒന്നുമല്ല. മനുഷ്യ സഹജമായ പ്രകോപനങ്ങളിൽ വീണുപോകുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ അബദ്ധങ്ങൾ, തെറ്റുകളാണ് ആ കാര്യങ്ങളൊക്കെ. അതിനെ വെച്ചുകൊണ്ട് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി പറയുകയും എഴുതുകയും ചെയ്ത പ്രത്യാശാസ്ത്രപരമായ അപകടങ്ങളെ ന്യായീകരിക്കാനും വെളുപ്പിക്കുവാനും സാധ്യവുമല്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അത്തരം സംഘർഷങ്ങളിലോ കൊലപാതകങ്ങളിലോ ഇന്നോവ കാറിന്റെ വരവിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കാളിത്തം ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ആ രീതിയിലുള്ള ശാക്തീകരണം സംഘടനാപരമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ രാജ്യത്തുണ്ടായിട്ടില്ല. നിലവിലുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തോൽപ്പിക്കും വിധമുള്ള സാധ്യമായ രീതികളിലൊക്കെ ജീർണതകൾ വിളിച്ചു പറയുന്ന, നുണ പറഞ്ഞും തങ്ങളുടെ സക്കാത്ത് സംവിധാനങ്ങളിലടക്കം ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും സംഘടനാ സംഘത്വവും ചെലുത്തി ഇസ്ലാമിക വീക്ഷണത്തിൽ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാകാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത്തരം ചില കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള ശാക്തീകരണം അല്ലെങ്കിൽ സംഘടനാപരമായ ശേഷിയും സ്വാധീനവും ഈ നാട്ടിൽ അവർക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റു പാർട്ടികളെക്കാൾ ഈ വിഷയത്തിൽ അവരുടെ പങ്കാളിത്തം അടയാളപ്പെടുമായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന്, അവരുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വേർപിരിഞ്ഞു പോരുന്ന ആളുകളോട് അവർ പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുത. ആ അസഹിഷ്ണുതകളെ അവർ പ്രാക്ടിക്കലാക്കി നിർവൃതി കൊള്ളുന്നത് പച്ചയായ തെറി പറഞ്ഞുകൊണ്ടും വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുമാണ്. പ്രത്യേകമായ IPH തെറികളിലൂടെ എതിരാളികളെ നേരിട്ടുകൊണ്ട് ആത്മസായുജ്യമടയുകയും ആദർശ പോരാട്ടത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന അക്രമാസക്തമായ മനസ്സിന്റെ ഉടമകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്ന സകലമാന ജമാഅത്തെ ഇസ്ലാമി സൈബർ പോരാളികളും. അതിന്റെ ഏറ്റവും വലിയ ഇരയായിരുന്നു ഒരു കാലത്ത് വെൽഫെയർ പാർട്ടിയിലൂടെ പ്രവർത്തിച്ചു നടന്നിരുന്ന, പിന്നീട് അതിൽ നിന്ന് വിട പറഞ്ഞു പോന്ന ശ്രീജ നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന സഹോദരി. ആ സഹോദരി പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ശ്രീജയെ ഇന്നോവ കാർ വിട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാര് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കാർ കൊലപ്പെടുത്താത്തത്, ആക്രമിക്കാത്തത്? സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശ്രീജ പറയുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, അതിനുള്ള ശേഷി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ 51 വെട്ടാൻ വേണ്ടിയിട്ട് മാഷാ അല്ലാഹ് എഴുതിയ സ്റ്റിക്കർ പതിച്ച ഇന്നോവ കാർ നിങ്ങളുടെ വീട്ടിൽ വരില്ല. ഇല്ല, വെൽഫെയർ പാർട്ടിക്കാർ നിങ്ങൾക്ക് ശേഷിയില്ലാത്തത് കൊണ്ടാണ് അതിന് കഴിയാതെ പോണത്. ഇതേ ഉത്തരമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടകരമായ പ്രത്യാശാസ്ത്ര ഭീഷണികളെ മതേതര സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടുമ്പോൾ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, ഞങ്ങൾ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുന്നത് ഒരിക്കലും ജമാഅത്ത് ആശയം വെളുക്കാനുള്ള ന്യായമേ ആകുന്നില്ല. അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, നിങ്ങൾക്കതിന് ശേഷിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ അക്രമവാസന നിങ്ങൾ പുറത്തെടുത്ത് ആത്മസായുജ്യം കൊള്ളാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് വൃത്തികെട്ട ഭാഷകളാണ്, നീചമായ വ്യക്തിഹത്യകളാണ്, ഒറ്റപ്പെടുത്തലുകളാണ്. നിങ്ങൾക്ക് ഇത്രയുമൊക്കെ എന്നെ പറയാനെങ്കിലും ഇത്രയും തന്ത്രപരമായ സമീപനങ്ങളിലൂടെ എന്നെ അധിക്ഷേപിക്കാനും എന്നെ പൊതു ഇടത്തിൽ അങ്ങേയറ്റം മോശം പദങ്ങൾ ഉപയോഗിച്ച് എന്നെ ചിത്രീകരിക്കാനും കഴിയുന്ന നിങ്ങൾക്ക് ശേഷിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ശേഷിയുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതാണ് കറക്റ്റ്. ശേഷിയില്ലാത്തത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രത്യാശാസ്ത്രപരമായ രൗദ്രഭാവം പ്രാക്ടിക്കലായി പുറത്തെടുക്കുന്നില്ല എന്നത് മാത്രമാണ് ഉത്തരം. മതേതര സമൂഹത്തിൽ അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളോടുള്ള അസ്പൃശ്യത, അവരോടുള്ള ആദർശപരമായ അകൽച്ച നിങ്ങളുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ എത്രയോ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ശേഷി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യും.
എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ അനുഭവം അതാണ്. കൂടെ നടന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോന്ന ശ്രീജയാണ് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയല്ല ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നിങ്ങളുടെ ബദൽ പൊളിറ്റിക്സിൽ നിന്നും, നിങ്ങളുടെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്നും, നിങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചത് അതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ കൂടെ നടക്കുന്ന, ജമാഅത്തിന്റെ തന്നെ സഹയാത്രികരായി നടക്കുന്ന ഇതര ജനവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ മനുഷ്യരും വ്യക്തമായി മനസ്സിലാക്കേണ്ട, തിരിച്ചറിവുണ്ടാക്കേണ്ട കാര്യം മാത്രമാണിത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒന്നാം തര ഇരകൾ തന്നെയായിരിക്കും. ഇങ്ങനെ എനിക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. മനസ്സിലായില്ലേ? അത്രയും വേദനയോടുകൂടെ എനിക്ക് ഒരു സമൂഹത്തെ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതും അതിനുശേഷം ഞാൻ ഇടപെടലുകൾ നടത്തുന്നത്. കുറെ കാലം പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വളരെ മാന്യമായി പടിയിറങ്ങിപ്പോന്ന ഒരു സഹോദരിയാണ് ഈ ശ്രീജ നെയ്യാറ്റിൻകര. എന്നാൽ സ്വാഭാവികമായി അവർ നടത്തുന്ന സാമൂഹ്യ വിമർശനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഒക്കെ വിധേയമാക്കപ്പെട്ടു, പരാമർശിക്കപ്പെട്ടു എന്നതുകൂടിയാണ് ഇത്തരം അറപ്പുളവാക്കുന്ന പ്രകോപനങ്ങളും പരാമർശങ്ങളും ആ സഹോദരിക്കെതിരെ നടത്താൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈബർ പോരാളികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു ശ്രീജയുടെയോ വെൽഫെയർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളുടെയോ അനുഭവം മാത്രമല്ല. എറണാകുളത്ത് ജമാഅത്തെ ഇസ്ലാമിയെ തീറ്റിപ്പോറ്റിയ, അവരുടെ ട്രാപ്പിൽ വീണുപോയ ഒരു ഹാജിക്ക ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്. ഇന്നും ആ ദുരന്തം ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. ഒ അബ്ദുള്ള എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി സകലമാന മനുഷ്യരെയും വെറുപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്ത മനുഷ്യൻ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരാൽ ഒറ്റപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മരിച്ചിടത്ത് പോകാനോ സലാം പറയുവാനോ തന്റെ സ്വന്തം നാട്ടിൽ പോലും തനിക്ക് അർഹമായ തന്റെ മഹലിൽ ഒരു പരിഗണന നൽകുവാനോ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ച തന്റെ മകനെ പോലുമോ കൂടെ നടത്തുകയോ അടുപ്പിക്കുകയോ ചെയ്യാത്ത വിധം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒ അബ്ദുള്ളമാർ, അങ്ങനെയുള്ള ഇരകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വൃത്തികെട്ട ഭീകര മനസ്സിന്റെ അടയാളങ്ങളായി ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നമുക്ക് ചുറ്റുമുണ്ട്. ആദർശപരമായ പ്രതിരോധങ്ങളുടെയോ സംവാദങ്ങളുടെയോ ബാലപാഠമറിയാത്ത, മനസ്സിൽ മുഴുവനും വെറുപ്പും വിദ്വേഷവും അശ്ലീലമായ ആരോപണങ്ങളും ആക്രമണങ്ങളും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് IPHന്റെ സാഹിത്യങ്ങളിലൂടെ ജമാഅത്തെ ഇസ്ലാമി പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മനസ്സുകളുടെ മുമ്പിലുമുള്ള ദുരനുഭവങ്ങൾ.